വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈ അവസാനത്തെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്, കേൾക്കാൻ പോവുകയാണ്, പ്രാപിക്കാൻ പോവുകയാണ്. സോ ഹൃദയങ്ങളെ തുറക്കുക, കണ്ണുകളെ തുറക്കുക, കാതുകളെ തുറക്കുക. കർത്താവ് ഇന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ പോവുകയാണ്. ആമേൻ. സോ എല്ലാ ദിവസവും ചെയ്യുന്ന പതിവാണ് ലൈവ് ചാറ്റിൽ ഈ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം മെൻഷൻ ചെയ്യുക. എല്ലാവരും ഈ സമയത്ത് നമുക്ക് ലൈവ് ചാറ്റിൽ ഹലോ പറയാം, പ്രൈസ് ദി ലോർഡ് പറയാം, ഗുഡ് മോർണിംഗ് പറയാം. നമുക്ക് എല്ലാവർക്കും ലെറ്റ്സ് interact with each other. This is a perfect opportunity. So blessing today family, especially good morning, praise the Lord പറഞ്ഞ് ഞാൻ വെൽക്കം ചെയ്യുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കീ സ്പോൺസറുണ്ട്. സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ആമേൻ. ഇന്നത്തെ കീ സ്പോൺസർ ഉള്ളത് എറണാകുളത്ത് നിന്നുള്ള ഒരു വെൽവിഷറാണ്, ഒരു സിസ്റ്ററാണ്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഈ കുടുംബത്തിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിലെ ഓരോ മക്കളും കർത്താവെ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ്റെ ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണവും ജ്ഞാനവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാമത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മാസ്റ്റേഴ്സ് ഡിഗ്രി അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവെ അത് പൂർത്തീകരിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ആ മകൻ വളരട്ടെ കർത്താവെ. അപ്പോൾ തന്നെ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു കർത്താവെ. മൂന്ന് മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. കർത്താവ് സിസ്റ്ററിൻ്റെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്കും അനേകർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ സാധിക്കും. ആമേൻ. നാളെ നമ്മുടെ സൺഡേ സർവീസുകൾ എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലുമുണ്ട്. നാളെ 7:45 നമുക്ക് ഇംഗ്ലീഷിലും അപ്പോൾ തന്നെ ഹിന്ദിയിലും 2 ആരാധന നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലുണ്ട്. 9:45 നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ആരാധന നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലും അപ്പോൾ തന്നെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ടായിരിക്കും. ഇതെല്ലാം ലൈവ് സ്ട്രീംഡ് ആയിരിക്കും. സോ നിങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നേരിട്ട് കടന്നു വരിക. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരു ബ്ലെസ്സിങ് സെൻറ്റർ ഇല്ല, നിങ്ങളൊരു ദൂര സ്ഥലത്താണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം. ഒത്തിരി പേർ ബ്ലെസ്സിങ് ടുഡേയുടെ ഓൺലൈൻ ചർച്ച് ഫാമിലിയുടെ ഒരു ഭാഗമാണ്. സോ നിങ്ങളും നമ്മുടെ ചർച്ച് മെമ്പേഴ്സ് പോലെ തന്നെയാണ് നിങ്ങളെയും കരുതുന്നത്. സോ മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമുക്ക് ഇന്ന് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ തീർക്കാൻ പോവുകയാണ്. സോ ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 3 അധ്യായങ്ങൾ നമ്മൾ ഇന്ന് തീർക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി ഡേ ആൻഡ് ടേക്കിംഗ് ഡൗൺ നോട്ട്സ്. ഒത്തിരി പേർക്ക് നിങ്ങൾ എഴുതിയെടുക്കുന്ന നോട്ട്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വചനം അങ്ങ് പഠിക്കട്ടെ. അതാണ് നമ്മുടെ സമ്പത്ത്, ഇതാണ് നമ്മുടെ ഗൈഡ്, ഇതാണ് നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് മാറുന്നത്. ഓൾറൈറ്റ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 20-21 വചനങ്ങളാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുക. ഈ പൗലോസിൻ്റെ നോട്ടം എവിടെ വരെയാ പോകുന്നത് നോക്കുക. സാധാരണ മനുഷ്യർ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം, പിള്ളേരുടെ കാര്യം, ചാവുന്നതുവരെ ജീവിക്കണമല്ലോ, അതിനുള്ള പരിപാടികൾ, ഇതൊക്കെയാണ്. ചിലരുണ്ട് അന്നത്തെ കാര്യം മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. ഭാവിയിലേക്ക് ഒരു കാഴ്ചപ്പാടേ ഇല്ല, കരുതൽ ധനമില്ല, നീക്കിയിരിപ്പില്ല, ഒന്നുമില്ലാതെ എല്ലാം അതത് ദിവസം തിന്നു തീർക്കുന്ന, അല്ലെങ്കിൽ അതത് ദിവസം അങ്ങ് തീർത്ത് കളയുന്ന ഹ്രസ്വദൃഷ്ടിയുള്ള ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണ്
ചില ആൾക്ക് കണ്ണിൻ്റെ കാഴ്ച, ദൂരക്കാഴ്ചയില്ല, ഇത്രയും മാത്രമേ കാണൂ, ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല. ചിലർക്ക് കുറച്ചുകൂടി കാണാം, ചിലർക്ക് കുറച്ചുകൂടി കാണാം, ചിലർക്ക് നല്ല നീളെ ദൂരെ കാഴ്ച കാണും. ഈ വിഷൻ്റെ കാര്യം പറയാം. ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ദർശനത്തിലും നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. അദ്ദേഹം എവിടെ വരെയാണ് ചിന്തിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുക. എന്നാണെന്നറിയില്ല. ഒരുപക്ഷെ ഇത് പൗലോസ് എഴുതിയിട്ട് 12,000 വർഷമായി. അപ്പം അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തത് മാത്രമല്ല, വരുവാനിരിക്കുന്ന യേശു കർത്താവിൻ്റെ 2ാം വരവും അതിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനം, ഇതൊക്കെ ചിന്തിച്ചാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. അതല്ലാതെ തൻ്റെ കാര്യവും തൻ്റെ ഭാര്യയുടെ കാര്യവും തൻ്റെ മക്കളുടെ കാര്യവും അത്യാവശ്യമുള്ള ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനല്ലായിരുന്നു പൗലോസ്. ആ ഔന്നത്യമുള്ള ചിന്തകളാണ് തന്നെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതെങ്കിൽ എത്ര പേർക്ക് ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കാൻ പറ്റും? നമ്മുടെ കാര്യം, ഇപ്പോഴത്തെ കാര്യം ഡിഗ്രി പാസ്സാകണം, പിന്നെ PGക്ക് പോകണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറി പറ്റണം, എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിഞ്ഞാൽ മതി, കുഞ്ഞുങ്ങളുണ്ടായി നല്ല രീതിയിൽ അങ്ങ് ജീവിച്ച് അവസാനിപ്പിക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ വളരെ വ്യക്തമായും ശക്തമായും ദൈവവചനം നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. 20-ാം വചനം ഇംഗ്ലീഷിൽ. ബട്ട് അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ആൻഡ് വി ഈഗർലി വെയിറ്റ് എ സേവിയർ ഫ്രം ദെയർ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹു ബൈ ദ പവർ ദാറ്റ് എനേബിൾസ് ഹിം to bring everything under his control will transform our lowly bodies so that they will be like his glorious body. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബിഗ് പിക്ചർ അദ്ദേഹം ഇവിടെ തരുന്നുണ്ടോ? നമ്പർ 1, അവർ ലൈഫ് ഈസ് ഹെവൻ ഫോക്കസ്ഡ്. ടൈപ്പ് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം, കമൻറ്റ് സെക്ഷനിൽ ഇടണം. അവർ ലൈഫ് ഈസ് ഹെവൻ ഫോക്കസ്. നമ്മുടെ ജീവിതത്തിന് ഒരു ഫോക്കസ് ഉണ്ട്. ആ ഫോക്കസ് ഇങ്ങനെയാണ്. നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കാണ് നമ്മുടെ ഫോക്കസ്. നമ്പർ 2, അവർ ഹോപ്പ് ഈസ് ദ റിട്ടേൺ ഓഫ് അവർ സേവിയർ. കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ഫോക്കസ് സ്വർഗമാണ്. കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ്, രക്ഷകൻ്റെ മടങ്ങിവരവാണ് നമ്മുടെ പ്രത്യാശ. നമ്പർ 3, അവർ എൻഡ് ഈസ് റിസീവിങ് എ ഗ്ലോറിയസ് ബോഡി. നമ്മുടെ അവസാനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന എന്താണ്? തേജസ്കരിക്കപ്പെട്ട തേജോമയമായ ഒരു മഹത്വത്തിൻ്റെ ശരീരം നമുക്ക് കിട്ടും. ഇന്ന് എത്രയോ പേർ കഷ്ടപ്പെടുന്നു. ഒരു ക്യാൻസർ വാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹോ നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. ശരിയല്ലേ? ഒരു സെമിത്തേരിയിലേക്ക് ചെന്നാൽ നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. ദുരിതം അനുഭവിക്കുന്ന ഒരു ജയിലിലേക്ക് ചെന്നാൽ നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. തല നേരെയാകാൻ, നോർമലാകാൻ വേണ്ടി ഈ 3 സ്ഥലങ്ങളിൽ പോയാൽ മതി എന്ന് പറയുന്നു. ഒന്നൊരു ആശുപത്രി പോവുക, ഒരു സെമിത്തേരിയിൽ പോവുക, 3 ഒരു ജയിലിൽ പോയി. ഈ 3 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നോർമലാവും, സമചിത്തതയൊക്കെ തിരിച്ചു കിട്ടും. അഹങ്കാരമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ഒതുങ്ങാൻ ഇടയാക്കും. കാരണം ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാം ആരോഗ്യത്തിൻ്റെ വില എത്ര വലുതാണ്. നമ്മുടെ ആരോഗ്യം, നമ്മളിന്ന് നേരെ നടക്കുന്നെങ്കിൽ എത്ര അധികം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒരു ജയിലിൽ ചെന്നാൽ അറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ വില. അതുപോലെ ഒരു സെമിത്തേരിയിൽ ചെന്നാൽ അറിയാം നമ്മൾ ഇന്ന് ചവിട്ടി നടക്കുന്ന മണ്ണ് നമ്മുടെ സീലിംഗ് ആയിട്ട് മാറും. അതിൻ്റെ അടിയിൽ നമ്മൾ പോവുക. ഇതാണ് മനുഷ്യ ജീവിതം. എന്നാൽ ഇത് സാധാരണ ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിൽ അതിനപ്പുറത്തേക്കൊരു ഫോക്കസ് ഉണ്ട്, അല്ലേ? ഞാൻ നേരത്തെ പറയാം, എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ചേ. നിങ്ങൾ എവിടെയാണ് അവിടെ ഇരുന്നുകൊണ്ട് പിടിച്ചാൽ മറ്റുള്ള കണ്ടാലും കുഴപ്പമൊന്നുമില്ല, പിടിച്ചോ, ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറ, അവർ ലൈഫ് ഈസ് ഹെവൻ ഫോക്കസ്ഡ്. എൻ്റെ ജീവിതം അങ്ങനെ തന്നെ പറയാം. എൻ്റെ ജീവിതം എങ്ങനെയാണ്? സ്വർഗത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി പോകുന്നൊരു ജീവിതമാണ് എൻ്റെ ജീവിതം. ശരിയാണോ? അങ്ങനെ ഈ സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ കുറേ ഭൗതികമായ വറീസും എല്ലാം പോവും. കാരണം ഇവിടെ ഇല്ല, അവിടെ ഉണ്ടല്ലോ. ഇവിടെ കിട്ടാത്ത പലതും അവിടെ ഉണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഒത്തിരി പേരുടെ സ്വപ്ന ഭൂമിയാണല്ലോ അമേരിക്ക. അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എത്രയോ പേരാണ് കിടന്ന് ബന്ധപ്പെടുന്നത്. കാരണം ഇന്ത്യയിലില്ലാത്ത പല സുഖ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. റോഡുകൾ വിസ്തൃതമാണ്, വിശാലമാണ്. അവിടെ വേഗത്തിൽ യാത്ര ചെയ്യാം.
ആധുനിക സംവിധാനങ്ങൾ, ഇന്ത്യയേക്കാൾ പരിഷ്കൃതമായ ഒരു രാജ്യമാണ്. കാശിന് സ്ട്രെങ്ത് ഉണ്ട്, റുപ്പിയേക്കാൾ ഡോളറിന് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്കാൾ നല്ല ജീവിത സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. നമ്മളീ പോകുന്നത് പോലെ അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം അത് ബെറ്റർ പ്ലേസാണ്. ഇതുപോലെ ഹെവൻ ഈസ് എ ബെറ്റർ പ്ലേസ്. ഇപ്പം ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടും, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്ത് അവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് പോൾസ് ലൈഫ് വാസ് എ ഹെവൻ ഫോക്കസ്ഡ് ലൈഫ്. വാട്ട് അബൌട്ട് യോഴ്സ്? ഇതാണ് ചോദ്യം. പൗലോസ് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ചു, ഭൂമിയെ ലക്ഷ്യമാക്കിയല്ല, വേറെ ഇവിടെയുള്ള ടെമ്പറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ലക്ഷ്യമാക്കിയല്ല. നമ്പർ 2, a hope is the return of our Savior. ഒരാളെ പ്രതീക്ഷിച്ചാണ് ഈ ഭൂമി ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഈ ഭൂമി മൊത്തം ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുക. ആരാണത്? അവർ സേവ്യർ, രക്ഷകനായ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഭൂമിയിലുള്ള സകല മനുഷ്യരും, എന്ന് വെച്ചാൽ ഒരുങ്ങിയിരിക്കുന്നവർ. ആൻഡ് അവർ എൻഡ് ഈസ് എ ഗ്ലോറിയസ് ബോഡി. നമ്മളെവിടെ ചെന്ന് അവസാനിക്കും? മഹത്വകരമായ ഒരു ശരീരത്തിൽ ചെന്നാണ് നമ്മൾ അവസാനിക്കാൻ പോകുന്നത്. സോ നമ്മളുടെ അൾട്ടിമേറ്റ് ഹോപ്പ് എന്ന് പറയുന്നത് കർത്താവ് രണ്ടാമത് നമ്മുടെ അടുക്കിലേക്ക് വരുന്നതാണ്. ഈ ഫിലിപ്പിയ എന്ന് പറയുന്നത് ഒരു റോമൻ കോളനിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ റോമൻ കോളനിയിലുള്ള ആളുകളെല്ലാം റോമിലെ പോലെ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഡ്രസ്സ് ധരിച്ച് ആ രീതിയിലുള്ള ആഹാരക്രമം, ആ രീതിയിലുള്ള ജീവിതം, മാത്രമല്ല ലാറ്റിൻ സംസാരിക്കുന്നു, അവരുടെ ഭാഷ സംസാരിക്കുന്നു, ഇതൊക്കെയായിട്ട് ജീവിക്കുക. അപ്പോൾ അവിടുത്തെ ആളുകൾ, ഫിലിപ്പിയിലുള്ള ആളുകൾ റോമൻ എംപറർ സീസർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ ഇന്ന് യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്കൊരു സ്വർഗീയ ഭാഷ തന്നിട്ടുണ്ട്. സ്വർഗീയമായ പാറ്റേണിൽ വേണം നമ്മൾ ജീവിക്കാൻ, സ്വർഗീയരായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ ഈ ഭൂമിയിൽ. ശേഷം മനുഷ്യരെ പോലെ നടക്കരുത് എന്ന് പറഞ്ഞേ. ശേഷം മനുഷ്യരെ പോലെ നടക്കരുത്. ഈ ഭൂമിയിലുള്ള മറ്റുള്ള ആളുകൾ ജീവിക്കുന്ന പോലെ ജീവിക്കരുത്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഇതെല്ലാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഒരു പ്രിപ്പറേഷനാണ്. ദിസ് ഇസ് ഓൺലി എ റിഹേഴ്സൽ. ദ റിയൽ ലൈഫ് ഈസ് കമ്മിങ്. അപ്പോൾ ഈ റോമൻ ചക്രവർത്തി കോളനി വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെ അവിടുത്തെ ജനങ്ങളിങ്ങനെ കാത്തിരിക്കുക, അയ്യോ സീസർ വരുന്നു എന്ന് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെയാണ്. ഈ ഭൂമി സ്വർഗത്തിൻ്റെ കോളനിയാണ്. കേട്ടില്ലല്ലോ, ഒന്നുകൂടി പറയാം. ഈ ഭൂമി സ്വർഗത്തിൻ്റെ കോളനിയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയുടെ രാജ്യം വരേണമേ. അപ്പോൾ ആ രാജ്യം, സ്വർഗരാജ്യം ഈ ഭൂമിയിലേക്ക് വരണം, ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഫിലിപ്പിയിലേക്ക് റോമൻ എംപറർ സീസർ അല്ലെങ്കിൽ കൈസർ വരികയാണ്. അതിനോടനുബന്ധിച്ച് ഭയങ്കരമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. റോമൻ എംപറേഴ്സ് ഏതെങ്കിലും ഒരു കോളനിയിലേക്ക് പോകുമ്പോൾ അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ചിലത് ഞാൻ പറയാം. സ്പെഷ്യൽ കോയിൻസ് ഇറക്കും, അദ്ദേഹത്തിൻ്റെ തലയെല്ലാം വെച്ചിട്ട് കോയിൻസ് ഇറക്കും. അതിനോടനുബന്ധിച്ച് പിന്നെ സ്പെഷ്യൽ സ്റ്റാമ്പ്സ് ഉണ്ടാകും ചില സമയത്ത്. അല്ലെങ്കിൽ റോഡുകളെല്ലാം ഭയങ്കര രസകരമായിട്ട് റോഡുകളെല്ലാം നന്നായിട്ട് പണിയും. ചില സമയത്ത് ചില സ്റ്റേഡിയംസ് പണിയും. അദ്ദേഹത്തിന് വരുമ്പോൾ ജനങ്ങളെ കാണാനും മാസ് ഗാദറിങ്ങിനെ അഡ്രസ്സ് ചെയ്യാനുമായിട്ടൊക്കെ പ്രജകളെ കാണാൻ വേണ്ടി സ്റ്റേഡിയങ്ങളൊക്കെ പണിയും. ഇതുപോലൊരു വലിയ ഒരു ഒരുക്കം, യേശുവിൻ്റെ വരവ്, സ്വർഗത്തിൻ്റെ കോളനിയായ ഭൂമിയിലേക്ക് യേശു വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരുക്കമുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം വന്നു 2000 വർഷം മുമ്പ്. അന്നുണ്ടായ ഒരുക്കം അറിയാമോ? ഭൂമി മുഴുവൻ, പ്രപഞ്ചം മുഴുവനും അങ്ങ് ഒരുങ്ങി. നക്ഷത്രങ്ങൾ വരെ കറക്റ്റ് പൊസിഷനിൽ വന്നിങ്ങനെ നിന്നു. കാരണം ആരാ വരുന്നേ? നമ്മുടെയൊക്കെ സൃഷ്ടാവ് വരികയാണ്. നക്ഷത്രങ്ങൾ വരെയൊക്കെ പൊസിഷൻ ചെയ്ത് നിന്നു. ചില നക്ഷത്രങ്ങൾ കാണാൻ വന്ന മേജ അല്ലേ, അവരെ ഗൈഡ് ചെയ്യാൻ വരെ ചില നക്ഷത്രങ്ങൾ അവിടെ ഗൈഡിങ് സ്റ്റാർസായിട്ടൊക്കെ ഫങ്ഷൻ ചെയ്തു. അപ്പോൾ ജിയോഗ്രഫിക്കലി, പൊളിറ്റിക്കലി, തിയോളജിക്കലി, ഫിലോസോഫിക്കലി ആൻഡ് ഇൻ എവറി അതർ വേ ദ വേൾഡ് വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ കിങ്സ് വിസിറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യം യേശു വന്നപ്പോൾ സംഭവിച്ചതാണ്. അവിടെ ചില റോഡുകളൊക്കെ പണിയപ്പെട്ടു. എന്ന് വെച്ചാൽ
ഈ മെയ്ജായ്ക്ക് വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സഞ്ചരിക്കാനൊക്കെ ആയിട്ട് ആ കാലത്ത് പല റോഡ് പണികൾ അവിടെ നടന്നു. അവരറിഞ്ഞിട്ടല്ല, യേശു വരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല അവർ ചെയ്തത്. പക്ഷെ അങ്ങനെ, കാരണം ഗലാത്യ ലേഖനം 4:4 പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ, കാലം തികഞ്ഞപ്പോൾ. 4000 വർഷത്തെ പ്രിപ്പറേഷനായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ വരവിന് വേണ്ടി. അപ്പോൾ ജനങ്ങൾ രാഷ്ട്രീയപരമായി കാര്യങ്ങളെല്ലാം ഒരുങ്ങി വന്നു, തിയോളജിക്കലി കാര്യങ്ങളെല്ലാം ഒരുങ്ങി വന്നു. അതിനു മുമ്പ് വരേണ്ട വചനങ്ങൾ വന്നു. 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സ്നാപയോഹന്നാൻ കയറി കട്ട ഉടച്ച് നിരത്തി കർത്താവിൻ്റെ വഴി റെഡിയാക്കി. ജനങ്ങളുടെ ചിന്തകൾ ഫിലോസോഫിക്കലി കറക്റ്റായി. ഇതെല്ലാം ആയപ്പോഴാണ് യേശു ഒന്നാമത് ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു രണ്ടാമത് വരുമ്പോൾ, ജീസസ് സെക്കൻഡ് വിസിറ്റ് എങ്ങനെയായിരിക്കും? ഹി വിൽ കം ഇൻ ഓൾ ഹിസ് ഗ്ലോറി. ഒന്നാമത് വന്നതൊരു ശിശുവായിട്ട്, എന്നാൽ ഇനി വരാൻ പോകുന്ന സമ്പൂർണ്ണ മഹത്വത്തോടുകൂടി ഒരു റോമൻ എംപറർ കോളനിയിലേക്ക് എഴുന്നള്ളുന്നത് പോലെ. അതെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരാണ്, എന്നാൽ ദ കിങ് ഓഫ് കിങ്സ്, ദ ലോർഡ് ഓഫ് ലോർഡ്സ്, എല്ലാ പ്രിപ്പറേഷൻസോടും കൂടി ആയിരിക്കും വരുന്നത്. ഹി വിൽ ബ്രിങ് എവ്രിതിങ് അണ്ടർ ഹിസ് കൺട്രോൾ. ആ വരവിൽ സകലത്തെയും തൻ്റെ കാൽ കീഴാക്കും. ആൻഡ് ഹി വിൽ ട്രാൻസ്ഫോം അവർ ലവ്ലി ബോഡീസ് ഇൻ ടു എ ഗ്ലോറിയസ് ബോഡി. നമ്മുടെ ഈ താഴ്ന്ന നിലവാരമുള്ള ഈ ശരീരത്തെ ബാക്ടീരിയ, വൈറസ്, COVID-19 ഇതൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഈ മർത്യ ശരീരത്തെ, മൺമറഞ്ഞു പോകുന്ന, ഡീക്കെ ആയി പോകുന്ന ഈ ശരീരത്തെ തൻ്റേതുപോലെയുള്ള ഗ്ലോറിയസ് ബോഡിയാക്കി താൻ രൂപാന്തരപ്പെടുത്തും. 1 യോഹന്നാൻ 3:2. ഡിയർ ഫ്രണ്ട്സ്, നൗ വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് ആൻഡ് വാട്ട് വി വിൽ ബി ഹാസ് നോട്ട് യെറ്റ് ബീൻ മെയ്ഡ് നോൺ. നമ്മൾ ഇന്ന് ദൈവമക്കളാണ്, പക്ഷേ നമ്മൾ എന്തായി തീരുമെന്നുള്ളത് വെളിപ്പെട്ടിട്ടില്ല. ബട്ട് വി നോ ദാറ്റ് വെൻ ക്രൈസ്റ്റ് അപ്പിയേഴ്സ് വി ഷാൽ ബി ലൈക്ക് ഹിം, ഫോർ വി ഷാൽ സീ ഹിം ആസ് ഹി ഈസ്. നാം അവനെ പോലെയാകും. നമുക്കാണ് മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ശരീരങ്ങൾ മാറും, കാരണം അവൻ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അവനെ കാണും. വാവ് വാവ് വാവ്! എത്ര പേർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒക്കെ പറയും? റോമലേഖനം 8:29 വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഫോർ ദോസ് ഗോഡ് ഫോർന്യൂ ഹി ഓൾസോ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ, ദാറ്റ് ഹി മൈറ്റ് ബി ദ ഫസ്റ്റ് ബോൺ എമംഗ് മെനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടെ പറയുന്നതനുസരിച്ച് അവൻ മുന്നറിഞ്ഞവരെ, മുൻ നിയമിച്ചവരെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് സദൃശരാകാൻ വേണ്ടിയിട്ട് അവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ എത്ര ഭയങ്കരമായ യുഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നൊരു ഭയങ്കര ദൈവപദ്ധതിയുടെ പാർട്ടാണ് നിങ്ങളും ഞാനും. ഈ വചനം വായിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരു ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി ടു ജീസസ്, പ്രൈസ് ദി ലോർഡ്, ആവശ്യമുള്ളതൊക്കെ അങ്ങ് ഇട്ടോ, കണക്കിനിട്ടോ. 1 കൊരിന്ത്യർ 15:44 പറയുന്നത്, ഇറ്റ് ഈസ് സോൺ എ നാച്ചുറൽ ബോഡി, it is raised a spiritual body. If there is a natural body, there is also a spiritual body. നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ സാധാരണ ഭൗതികമായ ശരീരത്തെയാണ് കുഴിച്ചിടുന്നത്, വിത്ത് വിതയ്ക്കുന്ന പോലെ കുഴിച്ചിടുകയാണ്. എന്നാൽ ഒരു ആത്മീയ ശരീരത്തെ ദൈവം നമുക്ക് തരും. എന്നിട്ട് അത് കൂടാതെ ഒരു ഭയങ്കരമായ മാറ്റമുള്ള തേജസ്സിൻ്റെ ശരീരമാണ് കർത്താവ് നമുക്ക് തരാൻ പോകുന്നത്. ഈ പൗലോസ് ഈ 3-ാം അധ്യായത്തിൽ തൻ്റെ ചില ഗ്രേറ്റ് പ്രാക്ടീസസ് നമ്മൾ കാണുന്നുണ്ട്. താൻ അനുവർത്തിച്ചു വന്ന, തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചു വന്ന ചില ചിട്ടകളും കാര്യങ്ങളും ക്രമങ്ങളും ഉണ്ട്. പെട്ടെന്ന് ഓടിച്ച് പറയാം, കുറിച്ച് വെക്കണേ. നമ്പർ 1, ഇപ്പോൾ ഞാൻ സ്പീഡിലാണ് പറയുന്നതെങ്കിൽ ഇതിന് ശേഷം വീണ്ടും ഈ വീഡിയോ കണ്ട് നിങ്ങളത് കുറിച്ച് വെക്കണം. ഹി വർഷിപ്പ് ഗോഡ് ഇൻ സ്പിരിറ്റ്. 3:3 പറയുന്നുണ്ട്, താൻ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു. നമ്പർ 2, ഹി റിജോയ്സ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ താൻ സന്തോഷിച്ചു. ആരിൽ? ക്രിസ്തുവിൽ. മറ്റൊന്നിലുമില്ലെങ്കിലും ക്രിസ്തുവിൽ സന്തോഷിച്ചു. 3:1, 3, 4 ഇതിലൊക്കെ കാണാം. ഇനി ഹി പുട്ട് നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ജഡത്തിൽ താൻ ഒരു വിശ്വാസവും കാണിച്ചില്ല, ജഡപ്രകാരം ജീവിച്ചില്ല. ഹി കൗണ്ടഡ് ഓൾ തിങ്സ് എ ലോസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി എല്ലാം താൻ എന്ത് ചെയ്തു? നഷ്ടമെന്നെണ്ണി. അതിനു മുമ്പ് പറഞ്ഞല്ലോ, ഹി പുട്ട് നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ജഡത്തിൽ താൻ പ്രശംസിച്ചില്ല. ഫിലിപ്പ് ലേഖനം
3 മുതൽ 8 വരെ അതാണ് പറയുന്നത്. ഇവിടെ ഹി കൗണ്ടഡ് ഓൾ തിങ്സ് എ ലോസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനുവേണ്ടി സകലവും ഉപേക്ഷിക്കാൻ തയ്യാറായി, നഷ്ടമെന്നെണ്ണി. ഫിലിപ്പ് ലേഖനം 3:7-8. അടുത്തത് 5-ാമത്തേത്, ഹി സോട്ട് നോ സെൽഫ് റൈച്ചസ്നസ്. സ്വയനീതിയുടെ പുറകെ അദ്ദേഹം പോയില്ല, സ്വയനീതി താൻ ഉപേക്ഷിച്ചു. ഫിലിപ്പ് ലേഖനം 3:9 അത് കിടപ്പുണ്ട്. 6, ഹി ഫോളോഡ് ആഫ്റ്റർ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പുറകെ താൻ ഓടി. ഫിലിപ്പ് ലേഖനം 3:8-12. അടുത്തത്, ഹി ഫോർഗോട്ട് ദ പാസ്റ്റ് വിൽഫുള്ളി. മനഃപൂർവ്വമായി കഴിഞ്ഞ കാലങ്ങളെ താൻ മറന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം, അമ്മച്ചി, അപ്പച്ച, അങ്കിളുമാരെ, ആൻറ്റിമാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, സഹോദരി സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, പ്ലീസ് നിങ്ങളുടെ ഭൂതകാലം, നിങ്ങളെ പഴയകാലം അങ്ങ് മറന്നുകള. മുന്നിലോട്ട് നോക്ക്. ഞാൻ പറയോ, മുന്നിലോട്ട് നോക്ക്. ദൈവം വച്ചിരിക്കുന്ന ഭയങ്കരമായൊരു ഭാവിയിലേക്ക് നോക്കുക. അടുത്തത്, ഹി പ്രസ്ഡ് ടുവേർഡ് ദ പ്രൈസ്. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ സമ്മാന വിരുദിന് വേണ്ടി 3:14 കിടപ്പുണ്ട്. ഹി സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് താനൊരു നല്ല മാതൃക കാണിച്ചു. വാവ്. ഫിലിപ്പ് ലേഖനം 3:15 മുതൽ 19 വരെ ഉള്ള വചനങ്ങളിൽ അത് കിടപ്പുണ്ട്. നമ്പർ 10, ഹി ലുക്ക്ഡ് ഫോർ ദ സേവിയേഴ്സ് കമ്മിങ്. രക്ഷകൻ്റെ വരവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തനിക്കുണ്ടായിരുന്നു. ഫിലിപ്പ് ലേഖനം 3:20 ആണ് അത് കാണുന്നത്. ഇനി പൗലോസിൻ്റെ ഭയങ്കരമായ ചില ആഗ്രഹങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോട്ടെ, വേഗത്തിൽ പറയാം. നമ്പർ 1, പൗലോസിൻ്റെ വലിയ മഹത്തായ ആഗ്രഹങ്ങൾ. 1, ഹി വാണ്ടഡ് ടു വിൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നേടണം. ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിനെ നേടണം. തൻ്റെ ഒരു ആഗ്രഹമാണ്. ഫിലിപ്പ് ലേഖനം 3:8 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. 2, ഹി വാണ്ടഡ് ടു ബി ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന് താൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ തന്നെ കാണണം. 3:9 അതുണ്ട്. ഹി വാണ്ടഡ് ടു ഹാവ് ദ റൈച്ചസ്നസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു നൽകുന്ന നീതി വേണമെന്ന് താൻ ആഗ്രഹിച്ചു. 3:9 ഹി വാണ്ടഡ് ടു നോ ക്രൈസ്റ്റ് മോർ. ക്രിസ്തുവിനെ കൂടുതൽ അറിയണമെന്ന് തനിക്കൊരാഗ്രഹം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിനെ കൂടുതൽ അറിയണം. 3:10 കിടപ്പുണ്ട്. ഹി വാണ്ടഡ് ടു നോ ഹിസ് പവർ ഓഫ് റെസറക്ഷൻ. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണമെന്ന് താൻ ആഗ്രഹിച്ചു. 3:10 തന്നെ ഉണ്ട്. ഹി വാണ്ടഡ് ടു ഹാവ് ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്. തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ വേണം. നമുക്ക് ആർക്കും ആഗ്രഹമില്ല കഷ്ടങ്ങളെല്ലാം എടുത്തു മാറ്റണേ, പ്രശ്നങ്ങളെല്ലാം എടുത്തു മാറ്റണേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ എനിക്കൊരു ഷെയർ വേണം, എനിക്കൊരു ഫെലോഷിപ്പ് വേണം. 3:10 ഹി വാണ്ടഡ് ടു ബി കൺഫോംഡ് ടു ഹിസ് ഡെത്ത്. ഈ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനെ മരണത്തിൽ അനുരൂപപ്പെടാൻ എന്ന് വെച്ചാൽ കർത്താവിനെ പോലെ മരിക്കണം എന്ന് വെച്ചാൽ ക്രിസ്തു മരിച്ചതുപോലെ മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. 3:10 ഹി വാണ്ടഡ് ടു ബി ഇൻ ദ ഫസ്റ്റ് റെസറക്ഷൻ. 1ാം നിരയിലെ പുനരുദ്ധാനത്തിൽ പെടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതായത് മരിച്ചവരിൽ നിന്നും ഉയർത്ത് നിൽക്കണം. അതിൻ്റെ അർത്ഥം കുറേ പേരോടെ കിടപ്പുണ്ട്. 1ാം പുനരുദ്ധാനത്തിൽ തനിക്ക് വരണം. നമുക്ക് ആഗ്രഹമുണ്ടോ? 3:11-12 ഹി വാണ്ടഡ് ടു ബി പെർഫെക്റ്റ്. ഇനി പൂർണ്ണതയിലേക്ക് വളരണം എന്ന് താൻ ആഗ്രഹിച്ചു. 3:12-13 ഹി വാണ്ടഡ് ടു ഹാവ് ദ റെസറക്ഷൻ ഓഫ് ഹിസ് ബോഡി. തൻ്റെ ജഡശരീരത്തിൻ്റെ അല്ലെങ്കിൽ മർത്യശരീരത്തിൻ്റെ പുനരുത്ഥാനം വേണം എന്ന് താൻ ആഗ്രഹിച്ചു. ഫിലിപ്പ് ലേഖനം 3:21. വാവ് വാവ് വാവ്. ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ഇതിൻ്റെയൊക്കെ ആഴം. ഞാൻ വളരെ പെട്ടെന്ന് ഈ ഫിലിപ്പ് ലേഖനത്തിലെ ലൈഫ് ലെസൺസ് കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് ബട്ട് ക്വിക്ക്ലി. ഇതിൽ നിന്നും 3-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാവുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ. നമ്പർ 1, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞേ. വേറൊന്നുമില്ല, സന്തോഷിക്കുക. സന്തോഷിച്ചോ, പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് ഉള്ളൂ എന്ന് മാത്രം. അത് അറിഞ്ഞ് സന്തോഷിച്ചു. ഒരു വാച്ച് കിട്ടി, ദൈവത്തിന് നന്ദി പറയാം. ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിക്കോ. ഉദ്ദേശിച്ചൊരു ചെരുപ്പ് കിട്ടി, ഉദ്ദേശിച്ച മോതിരം കിട്ടി, ഉദ്ദേശിച്ച മുക്കുത്ത് കിട്ടി, ഉദ്ദേശിച്ച കാറ് കിട്ടി, ഫ്ലാറ്റ് കിട്ടി, ഗുഡ്. അപ്പോൾ കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷിക്കണം എന്നല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. വീണ്ടും ഞാൻ പറയുന്നു. അടുത്തത് നമ്പർ 2,
ബിവെയർ ഓഫ് ലീഗലിസം ആൻഡ് ഫാൾസ് റിലിജിയൻ. അദ്ദേഹത്തിന് ഒരു വാർണിംഗ് നമുക്ക് തരികയാണ് ജീവിതപാഠമായിട്ട്. ന്യായപ്രമാണത്തിൻ്റെ സ്വന്തം നീതീകരണത്തിലേക്ക്, ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകരുത്. പഴയ നിയമത്തിലേക്ക് പുതിയ നിയമക്കാർ പോകരുതെന്ന് ആണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പുതിയ നിയമത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് പോയി അതനുസരിക്കരുത്. എൻ്റെ അർത്ഥം പഴയ നിയമ പുസ്തകങ്ങൾ വേണ്ടെന്നല്ല, അത് വായിച്ചു അതിൽ നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ ഒരിക്കലും ആ മോശയുടെ നിയമത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ പോകരുത്. നമ്പർ 3, പുട്ട് നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലാഷ്. ജഡത്തിൽ പ്രശംസിക്കരുത്. ജഡത്തിൽ പ്രശംസിക്കരുത്, ക്രിസ്തുവിൽ വേണം പ്രശംസിക്കാൻ. 4, യുവർ സ്പിരിച്വൽ പെഡിഗ്രി കാൺട്ട് സേവ് യു. നിങ്ങൾക്കൊരു പക്ഷേ ഒരു നല്ലൊരു വീട്ടിൽ ജനിച്ചു, നല്ല മനുഷ്യരാ, രാജ്യത്തിന് വേണ്ടി പലതും ചെയ്തു, സാഹിത്യത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂവിയിലുണ്ടായിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മുടെ പെഡിഗ്രി, നമ്മുടെ പാരമ്പര്യം, പൈതൃകം, ഇതൊന്നും നമ്മളെ രക്ഷിക്കില്ല. നമ്പർ 5, നോ ക്രൈസ്റ്റ് അബവ് ഓൾ എൽസ്. മറ്റെന്തിനേക്കാൾ ഏറെ ക്രിസ്തുവിനെ അറിയണം. കേട്ടല്ലോ, ഇപ്പോൾ AI വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, ഈ ഭൂമിയിലെല്ലാം വന്നോട്ടെ. എന്നാൽ അതിനേക്കാളൊക്കെ എനിക്ക് വ്യക്തിപരമായി ക്രിസ്തുവിനെ അറിയണം, അവനെ അറിയണം. അടുത്തത്, സറണ്ടർ യുവർ സെൽഫ് റൈച്ചസ്നസ്. സ്വയനീതി കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അടിയറ വെക്കണം. അടുത്തത്, സീക്ക് ടു നോ ക്രൈസ്റ്റ് എക്സ്പീരിയൻഷ്യലി. കർത്താവിനെ തേടുമ്പോൾ അനുഭവിച്ചറിയാൻ വേണ്ടി വേണം ശ്രമിക്കാൻ. അനുഭവിച്ചറിയണം. വായിച്ചറിഞ്ഞാൽ പോരാ, കേട്ടറിഞ്ഞാൽ പോരാ. അടുത്തത്, സ്റ്റേ ഹംബിൾ, യു ഹാവൻറ്റ് അറൈവ്ഡ് യെറ്റ്. ദയവായി വളരെ താഴ്മയിൽ ജീവിക്കുക, കാരണം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, എത്തേണ്ടിടത്ത് ഇതുവരെ എത്തിയിട്ടില്ലെന്ന്. അടുത്തത്, ഫോർഗെറ്റ് വാട്ട് ഈസ് ബിഹൈൻഡ്. പുറകിലുള്ളത് ദയവായി മറക്കുക. പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ. നെക്സ്റ്റ്, എങ്ങോട്ട്? മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. മച്വർ ബിലീവേഴ്സ് മസ്റ്റ് കീപ്പ് ഗ്രോയിങ്. പക്വതയുള്ളവർ വളർന്നുകൊണ്ടേയിരിക്കണം. അടുത്തത്, ഫോളോ ഗോഡ്ലി എക്സാമ്പിൾസ്. ദൈവികമായ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ വേണം എപ്പോഴും പിൻപറ്റാൻ, ഫോളോ ചെയ്യാൻ, അനുഗമിക്കാൻ. ബിവെയർ ഓഫ് എർത്ത്ലി മൈൻഡഡ് ക്രിസ്ത്യൻസ് ബിലീവേഴ്സ്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന വിശ്വാസികളെന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നവരുടെ പുറകെ പോകരുത്. അവരെ സൂക്ഷിക്കണം. അവരിൽ നിന്ന് ദുരുപദേശങ്ങൾ വരും. റിമെമ്പർ യുവർ ട്രൂ സിറ്റിസൺഷിപ്പ്. നിങ്ങളുടെ ശരിയായ സിറ്റിസൺഷിപ്പ് എവിടെയാണ്? സ്വർഗത്തിലാണ്. അത് എപ്പോഴും ഓർക്കണം. ഒരെണ്ണം കൂടെ, ഈഗർലി അവൈറ്റ് ക്രൈസ്റ്റ് റിട്ടേൺ. വളരെ പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രധാന പാഠങ്ങൾ. കൈനീട്ടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങൾ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും അവിടെ കൈവെക്കുക. എന്ത് രോഗമാണെങ്കിലും, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്കിന് ഇൻഫെക്ഷനുള്ള ആളുകളെ കർത്താവ് സൗഖ്യമാക്കുന്ന. കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ നാമത്തിൽ ശരീരത്തിന് വെളിയിലേക്ക് പോട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. പുകവലിശീലം, മദ്യപാനശീലം, മയക്കുമരുന്ന് തുടങ്ങിയ സകലത്തും പുറത്തു വരട്ടെ. മെൻ്റൽ ഇൽനസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എന്താണ് നിങ്ങളുടെ വിഷയമെങ്കിലും വിശ്വസിക്കുക. കർത്താവെ, ഇപ്പോൾ ഒരു വലിയ വിടുതൽ അവർക്കുണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ തിങ്കൾ മുതൽ നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത ആഴ്ച 6 ദിവസം കൊണ്ട് നമ്മളത് തീർക്കും. God bless you all. See you on Monday. Bye-bye.